നമ്മൾ കൂടിടുന്നു പത്തനംതിട്ടയിൽ കൂടിടുന്നു നാമെല്ലാം ഒന്നിച്ചു കൂടിടുന്നു എന്ന് നമ്മുടെ ഐക്യം ഉറപ്പിക്കാൻ ഒരു സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്തു നാമെല്ലാം ഒന്നിച്ചു കൂടി ഒരു മണ്ണിൽ വെട്ടത്തേക്ക് പുന്നമംഗലം പിള്ളകരയിൽ മണ്ണൂർത്തേക്ക് പടിഞ്ഞാറ് മണ്ണൂർ എന്നീ പലരെ കുടുംബങ്ങളും ഒരു സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്തു മണ്ണിൽ തെക്കേ മുറിയിൽ വരുകുഴത്തു വടക്കേ വിളവിന കുടുംബത്തിൻ ശാഖകളും എന്നീ കുടുംബങ്ങൾ പഴക്കലിൽ തറവാട്ട് അഭിമാന സ്തംഭങ്ങളായിരുന്നു ഓരോ സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്തു നാമെല്ലാം ഒന്നിച്ചു കൂടി സർവ്വം സാഹോദര്യവും സൗഹാർദ്ദം നിലനിർത്തുവാൻ ശാന്തി സമാധാനം കൈവരിക്കാൻ ആശംസകൾ ഞങ്ങളേടുന്നു എന്ന് ഇളവിന കുടുംബത്തിൽ ആശംസകൾ ഓരോ സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്തു നാമെല്ലാം ഒന്നിച്ചു കൂടി ഒരു സുപ്രഭാതത്തിൽ സ്വാഗതം ചെയ്തു നാമെല്ലാം ഒന്നിച്ചു കൂടി. ഡോക്ടർ തോമസ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനി, ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, വിളവനാൽ കുടുംബയോഗ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PM ജോൺ സാർ അവர்கள், ഇന്നത്തെ മുഖ്യ പ്രാസംഗികനായ റവറൻഡ് പ്രൊഫസർ എബ്രഹാം സക്കറിയ, നമ്മുടെ കുടുംബാംഗങ്ങളായ ഫാദർ എബി സ്റ്റീഫൻ, ഡീക്കൻ ജോർജ് വലിയവറമ്പിൽ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ വന്ന് ക്ഷമിക്കണം. ഇന്ന് അഭിനന്ദ തിരുമേനിക്ക് അത്യാവശ്യമായ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും നടക്കുന്നതിന് മുമ്പേ അഭിനന്ദ തിരുമേനിക്ക് ഉദ്ഘാടന പ്രസംഗം നൽകിയതിനു ശേഷം അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളത്. അതിനാലാണ് ഈ പ്രോഗ്രാമിൽ ചെറിയ വ്യത്യാസം വരുത്തിയത്. 4 മെത്രാപ്പൊലീത്തമാരുടെ പടങ്ങളും പേരുകളുമുണ്ട്. അതിൽ 3 പേര് കാലം ചെയ്തു പോയി. ഇന്ന് ജീവിച്ചിരിക്കുന്നത് തൊഴിയൂർ സ്വന്തം സുറിയാനി സഭയുടെ അഭിമന്യ ജോസഫ് മാർ കൂർലോസ് വലിയ മെത്രാപ്പൊലീത്താവാണ്. അദ്ദേഹം എല്ലാ വർഷവും നമ്മളോട് വരുന്നതാണ്. ഈ വർഷവും അദ്ദേഹം കഴിഞ്ഞ നമ്മളൊരു ടീം കുന്നംകുളത്ത് പോയി അദ്ദേഹത്തിന് മെത്രാനഭിഷേകത്തിന്റെ ജൂബിലിയിൽ സംബന്ധിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം സ്ഥലത്തില്ല, ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാൻ. എന്നാൽ ഇന്ന് നമ്മുടെ മധ്യത്തിലിരിക്കുന്ന മെത്രാപ്പൊലീത്ത തിരുമേനിയുണ്ട്. വിളവിനാൽ കുടുംബത്തിലെ അംഗം. അതാണ് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ്. ഇന്ന് വരെ ഇതിനു മുൻപ് വിളവിനാൽ കുടുംബത്തിൽ നിന്ന് മെത്രാപ്പൊലീത്ത ഉണ്ടായിട്ട് ആദ്യമായാണ് നമ്മുടെ രക്തത്തിൽ പിറന്ന ഒരു തിരുമേനി നമുക്കുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. വളരെയധികം സന്തോഷത്തോടും കൂടി അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാന്
സമയക്കുറവുകൊണ്ട് വളരെ ചുരുക്കമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ തന്നെയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒക്കുകയും അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് മെത്രാപ്പോലീത്തായുടെ മാതാവ്, അതാണ് നമ്മുടെ കുടുംബക്കാരുടെ അംഗം, പരേതയായ കുഞ്ഞാം വിളവിനാൽ തായ് ശാഖയില് കിഴക്കാമ്പുറത്ത് ഉപശാഖയില് 14ാം തലമുറയിലെ ഗീവർഗീസിന്റെ അമ്മച്ചന്റെയും ഏലിയാമ്മയമ്മച്ചിയുടെയും ഏകമകളാണ്. കുഞ്ഞാമ്മകളുടെ മൂത്ത സഹോദരൻ ജോർച്ചായൻ നമ്മളോടുകൂടി ഇല്ല. നേരെ ഇളയ പാപ്പിച്ചായൻ അമേരിക്കയിലാണ്. കുന്നുവിളിച്ചാൽ നമ്മളോടുകൊണ്ട് ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മനസ്സിൽ ഒന്ന് ക്ലിയർ ആക്കിയത് എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്റെ റെസ്പെക്ട് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ബന്ധം എനിക്ക് തിരുവേനി അച്ഛനായപ്പോൾ മുതൽ അറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പുത്തമ്പേരിലുള്ള നമ്മുടെ വീടുകളിൽ ഏത് പരിപാടികളുണ്ടെങ്കിലും വരീസ് മുത്തായി അച്ഛൻ അവിടെ കാണും. അന്ന് തൊട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് എനിക്ക് പേഴ്സണലായിട്ട് തിരുവേനിയോട്. അപ്പോൾ തിരുവേനിയുടെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്ട് 3 വർഷം എടുക്കും. സഭ മൊത്തമായിട്ട് അർഹരായ ഒരുപാട് അച്ഛന്മാരിൽ നിന്നും വലിയൊരു പ്രോസസ് കഴിഞ്ഞിട്ട് നിശ്ചയിക്കപ്പെടുകയും ഇലക്ഷൻ ചെയ്യപ്പെടുകയും. അപ്പൊ എന്റെ സ്നേഹിതരും, ഞാൻ മൊത്തമ്മ സഭയിലെ അംഗമല്ല, എന്നാൽ തന്നെ എന്റെ സ്നേഹിതരും ബന്ധുക്കളുമായിട്ട് ധാരാളം ആളുകൾ മൊത്തമ്മ സഭയിലുണ്ട്. അച്ഛന്റെ സാധ്യതകൾ തിരുമേനിയോട് ആദാനമുള്ളത്. അവർ പറഞ്ഞു, ആരെങ്കിലും ഒരാളെങ്കിലും തെരഞ്ഞെടുക്കുമെങ്കിൽ അത് വർഗീസ് മുത്തായി അച്ഛനായിരിക്കും. അദ്ദേഹത്തിന്റെ സൗമ്യത, പരിജ്ഞാനം, ആത്മീയ ചൈതന്യം, ഏറ്റെടുക്കുന്ന ജോലികളുള്ള ശുഷ്കാന്തി, ഇവയെല്ലാം സഭ മൊത്തം അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ സമയത്ത് മെത്രാൻ സ്ഥാനത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് വർഗീസ് മുത്തായി അച്ഛനായിരിക്കും. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്നോട് പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് കിട്ടിയ ഏതായാലും അദ്ദേഹം അഭിഷിക്തനായി ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് പ്രൊഫൈൽ ഇപ്പോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇദ്ദേഹം തുമ്പവൺ ഇമ്മാനുവേൽ ഇടവകയിൽ കാലായി കുടുംബത്തിൽപ്പെട്ട കണ്ണമ്പൊയ്കയിൽ പരേതനായ ശ്രീ കെ ഇ മാത്യുവിന്റെയും ശ്രീമതി കുഞ്ഞാമ്മയുടെയും മകനായി 1953 ഫെബ്രുവരി 25-ാം തീയതി ജനിച്ചു. ഒരു സഹോദരനും ഒരു സഹോദരിയും. തുമ്പവൺ EAP സ്കൂൾ, മാർ റിയോറിയോസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പന്തളം NSS കോളേജിൽ നിന്നും BSc ബിരുദം നേടി. ബോംബെയിൽ PNT ഡിപ്പാർട്ട്മെന്റിൽ 3 വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം വൈദിക സെമിനാരിയിലേക്ക് പഠനത്തിനായി ചേർന്നു. കോട്ടയം സെമിനാരിയിൽ നിന്ന് BD ബിരുദം നേടി ഷമ്മാശി പട്ടം സ്വീകരിച്ചു. 1978 മെയ് 22-ന് അഭിമന്യ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്താനിൽ നിന്ന് കശീശ പട്ടം സ്വീകരിച്ചു. റവറൻ വർഗീസ് മുത്തായി എന്ന പേരിൽ പട്ടക്കാരനായി സേവനം തുടങ്ങി. കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്നും MGH ബിരുദവും ബാംഗ്ലൂർ SITHRയിൽ നിന്നും പുതിയ നിയമത്തിൽ ഡോക്ടറേറ്റ് സമ്പാദിച്ചു. കോട്ടയം റാന്നി ഭദ്രാസന സ്റ്റുഡൻസ് ചാർട്ടനായും ബാഹ്യ ഈസ്റ്റേൺ സോണൽ സെക്രട്ടറിയായും ശുശ്രൂഷ ചെയ്തു. ജബൽപൂർ തിയോളജിക്കൽ സെമിനാരിയിലും കോട്ടയം വൈദിക സെമിനാരിയിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സലാംപൂർ യൂണിവേഴ്സിറ്റി റിസർച്ച് കമ്മിറ്റി അംഗം, കോട്ടയം സെമിനാരിയുടെ ഡീൻ ഓഫ് ഡോക്ടറൽ സ്റ്റഡീസ് എന്നീ ചുമതലകളും വഹിച്ചു. 2011 ഓഗസ്റ്റ് 13